മനുഷ്യന്റെ ഇന്നത്തെ ഓരോ കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്തു പറയാനും ഒരു ഉളുപ്പില്ലടോ. ഒരു ഉളുപ്പെന്ന് പറയുന്നത്, മനസാക്ഷി എന്ന് പറയുന്നത് ഇന്നത്തെ പലർക്കും ഇല്ലാതെ പോകുന്ന മനുഷ്യന്. ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഞങ്ങളുടെ നാട്ടുകാരൻ, ആലപ്പുഴ ജില്ലക്കാരനായ ഒരു ഉസ്താദുണ്ട്. അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മിക്കുള്ള കാര്യങ്ങൾക്കും മറുപടി പറയും, പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആലിമായ മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുമാകട്ടെ, ഇവിടെ ഒരു ആലിമായ മനുഷ്യൻ, ആ മനുഷ്യന് എന്ത് വികൃതമായ രീതിയിലാണ് ഇന്നലെയൊക്കെ പത്രങ്ങൾ, ഇന്നലെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു കുരങ്ങന്റെ ഫോട്ടോ ഇട്ടിരിക്കണേ. എന്നാലോചിക്കേ, ഒരു ഉസ്താദിന്റെ ഫോട്ടോ എടുത്തിട്ടേടോ, എന്തിന്റെ പേരിൽ? നിറത്തിന്റെ പേരിൽ. അതാ മനസ്സിലാക്കേണ്ടത്. എത്ര വൃത്തികെട്ട പരിപാടിയാ. എടോ, ഒരാളുടെ ആശയങ്ങളോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ ആശയപരമായിട്ട് നേരിടണം. സിറാജ് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആശയപരമായിട്ട് ഈ എന്തിനാ? എടോ, ആ പാവപ്പെട്ട ഉസ്താദിന്റെ നിറം കറുത്തുപോയി, അത് അള്ള കൊടുത്തതല്ലേ. എടോ, കറുപ്പിനല്ലേ 7 അഴക്. ഏറ്റവും കൂടുതൽ സൗന്ദര്യം കറുപ്പിനാ. നമ്മൾ ഈ വെളുത്തവരിങ്ങനെ നടക്കുന്നു. നമുക്ക് ഇന്നത്തെ ഉമ്മത്തിന് കറുത്തവരെ ഇഷ്ടമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളെ സ്വർഗത്തിന്റെ അവകാശികളായ 4 കറുത്തവരെ നബിതങ്ങൾ പരിചയപ്പെടുത്തി. അടിമകളായ, കറുത്തവരായ, മുടി ചുരുണ്ടുപോയ, നീഗ്രോയായ, നീളം കുറഞ്ഞുപോയ 4 പേര് സ്വർഗത്തിലാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിറം കറുത്തതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ എത്ര സന്തോഷമെന്നറിയുമോ? പക്ഷെ എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. ആ പ്രിയപ്പെട്ട ഉസ്താദിനെ വളരെ മോശമായ രീതിയിൽ, ഇത്രയും മോശമായ രീതിയിൽ അദ്ദേഹത്തെ അവഹേളിച്ചപ്പോ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ അമുസ്ലിമീങ്ങളായിരുന്നു. എല്ലാരും മതഭ്രാന്തന്മാരൊന്നുമല്ല, എല്ലാ വിഭാഗത്തിലും ഉണ്ട്. തലയ്ക്ക് പിടിച്ച കുറെ എണ്ണം, അമിതമായി പോകുന്ന ഒരുപാട് പേര് ആ പാവപ്പെട്ട ഉസ്താദിനെ വളരെ മോശമായി ചിത്രീകരിച്ചപ്പോ അത് ശരിയല്ല എന്ന് പറയാൻ ഇവിടുത്തെ ഹൈന്ദവൻ തയ്യാറായി. എത്രയോ ക്രിസ്തുമത വിശ്വാസികൾ, എത്രയോ പേര് പറഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, മനുഷ്യൻ എത്രത്തോളം മതപ്പതിച്ചു പോകുന്നു, നാണം കെട്ടുപോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഓരോ രീതിയിലും മനുഷ്യൻ അധപ്പതിക്കുകയാ.